റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മിഅ്റാജിൻ്റെ രാത്രി. അതുകൊണ്ടാണ് നമ്മൾ പിറ്റേ നോമ്പ് വെൽക്കണത്. അതിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. പിന്നെ നോമ്പ് വെൽക്കാൻ ഹദീസ് വൈഫാണോ അല്ലേ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ല ഞങ്ങൾ നോക്കേണ്ടത് നോമ്പ് വെൽക്കുന്നത്. ഹദീസ് ഉണ്ടോ ചെയ്ത് നോക്കിയിട്ടല്ല. ഞങ്ങൾ വമൻ യുഅദ്ദിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റജബ് 27 നോമ്പ് വെൽക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അത് ഷിയാറുകളെ ബഹുമാനിക്കുക, അത് തഖ്വയിൽ നിന്നുണ്ടായിത്തീരേണ്ട ആ ബഹുമാനം എങ്ങനെയാണ്? അന്ന് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. ആ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക, നോമ്പ് വെൽക്കൽ, ഖുർആൻ ഓതുക, നിസ്കരിക്കണം, ഇതൊക്കെ അന്ന് ചെയ്യണം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, റജബ് 27-നുള്ള സുന്നത്ത് നോമ്പ് ഇത് സംബന്ധമായിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് ഒരാൾ ഒരു ടെക്സ്റ്റ് അയച്ചു തന്നുകൊണ്ട് ചോദിച്ചിരുന്നു. അതിൽ ഇഹ്യാ ഉലൂമുദ്ദീനിൽ വന്ന ഒരു ഹദീസ്, ആ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസാണ്. അതിനെക്കുറിച്ച് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, മൗലൂ ആയിട്ടുള്ള ഹദീസാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിക്കൊണ്ട് എന്താണ് പ്രമാണങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം അബ്ദുൽ മുഹ്സിൻ ഐദീദ് ഈ വിഷയത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുവരാം. റജബ് മാസത്തിൽ റജബിൻ്റെ 27 രാവ് ഇസ്രാ മിഅ്റാജിന്റെ മിഅ്റാജ് നോമ്പ് എടുത്തുകൊണ്ട് പ്രത്യേക നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയാണ് എന്ന പേരിൽ പ്രത്യേകം ആഘോഷിക്കുന്നതിന് ഒരു തെളിവുമില്ല, ഒരു അടിസ്ഥാനവും അക്കാര്യത്തിലില്ല. അൽ ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ വദകറ ബഅദുൽ ഖുസ്സാസ് അന്നൽ ഇസ്റാ കാന ഫി റജബ്. ചില കഥാകാരന്മാർ, ഖുസ്സാസുകൾ, ദീനിൽ പ്രത്യേകമായ വിജ്ഞാനമില്ലാത്ത ആളുകളെ അവരുടെ വികാരം ഇളക്കിവിടുന്നതിനു വേണ്ടി പ്രസംഗിക്കുന്ന ഖുസ്സാസുകൾ, കഥാകാരന്മാർ, അവർ റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ വദാലിക ഇൻദ അഹ്ലി തഅദീൽ വൽ ജർഹ് ഐനുൽ കദിബ്. ഹദീസിനെ കുറിച്ച് വിജ്ഞാനമുള്ള ആളുകൾ അവരുടെ അടുക്കൽ ഇത് തന്നെയാണ് തനിച്ച കളവ്. റജബിലാണ് മിഅ്റാജ് നടന്നത് എന്നത് ഹദീസിനെ കുറിച്ച് വിജ്ഞാനമുള്ള പണ്ഡിതന്മാരുടെ അരികിൽ അത് തന്നെയാണ് തനിച്ച കളവ് എന്ന് അൽ ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇവിടെ അബ്ദുൽ മുഹ്സിൻ ഐദീദ് പറയുന്ന ആ ഒരു വിഷയം അബൂ ശാമ റഹ്മത്തുള്ളാഹി പറയുന്നത് റജബ് 27-നാണ് അല്ലെങ്കിൽ 27-ന്റെ രാവിനാണ് മിഅ്റാജ് നടന്നത് എന്ന് പറയുന്നത് അത് തന്നെയാണ് കളവ് എന്നുള്ളതാണ്. കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയാത്ത് നടത്തുന്ന ആ ഒരു സമയം മുതലാണ് ഹിജ്റ വർഷം തുടങ്ങുന്നത്. റജബും ഷഅബാനും ഒക്കെ വരുന്നത് അതിന് ശേഷമാണ്. അതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് മിഅ്റാജ് എന്നുള്ളത്. ഇസ്രാ മിഅ്റാജ് ഇത് സംബന്ധമായിക്കൊണ്ടാണ് ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതും ചില ആളുകൾ ദീർഘിച്ച കുറേ റകഅത്തുകളുള്ള നമസ്കാരം നിസ്കരിക്കുന്നതുമൊക്കെ. ഇത് സംബന്ധമായിക്കൊണ്ട് നമുക്ക് മറ്റു 2 വീഡിയോ കൂടി കാണാനുണ്ട്. ഇതിൽ ജിഫ്രി തങ്ങളുടെ പച്ചയായ ദുർവ്യാഖ്യാനം അത് തുറന്നു കാണിക്കുന്ന ഈ ഒരു ചെറിയ സംസാരം ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോ കൂടി നമുക്ക് കാണുവാനുണ്ട്. റജബ് 27-ന്റെ നോമ്പ് സുന്നത്താണോ ബിദ്അത്താണോ എന്നറിയാൻ വളരെ സിമ്പിളാണ്. ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ, ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിച്ചതായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കണം. ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്തിൽ മിഅ്റാജ് നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഹിജ്റക്ക് മുമ്പാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് ഹിജ്റ 11-ലാണ് മദീനയിൽ വെച്ചിട്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷങ്ങൾ. ആ 10 വർഷത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ് എടുത്തിട്ടുണ്ടോ? നബി നോമ്പെടുക്കുന്ന ഏതെങ്കിലും ഒരു സ്വഹാബി കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്വഹാബി റജബ് 27-ന് ഒറ്റ സ്വഹാബി നോമ്പെടുത്ത സംഭവം ഉണ്ടോ? ഇല്ല. 4 മദ്ഹബിലെ ഇമാമുമാർക്ക് പരിചയമുണ്ടോ? ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ്, 4 മദ്ഹബിന്റെ ഇമാമുമാർക്ക് ഇങ്ങനത്തെ ഒരു നോമ്പ് പരിചയമില്ല. ഇത് പിന്നീട് ഉണ്ടായതാണ്. ഇവിടെ വളരെ വ്യക്തമാണ്, 4 മദ്ഹബിൻ്റെ ഇമാമുമാർക്കും പരിചയമില്ലാത്ത ഈ പറയപ്പെട്ട മിഅ്റാജിൻ്റെ നോമ്പ് അത് പിന്നീട് കെട്ടിയുണ്ടാക്കിയതാണ് എന്നുള്ളതാണ്. അതിൽ ആർക്കും ഒരു സംശയമില്ല. നമ്മൾ കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഇത് സംബന്ധമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2007-ലാണ് എൻ്റെ വിവാഹം നടന്നത്. ആ വിവാഹം ഒരു റജബ് 27-നായിരുന്നു. അതായത് ഇവരൊക്കെ നോമ്പെടുക്കുന്ന ആ ഒരു സമയത്തായിരുന്നു. അന്ന് ആ വിവാഹത്തിൻ്റെ ദിവസം കുറിച്ച് തന്നത് അവിടെയുള്ള ജുമാ മസ്ജിദിലെ ഉസ്താദ് തന്നെയാണ്, ഖാദിയാർ തന്നെയാണ്.
അപ്പം അദ്ദേഹത്തിന് അന്ന് അത് അത്ര വലിയൊരു കാര്യമായി തോന്നിയിരുന്നില്ല. കാര്യം അങ്ങനെ ഒരു സാധനം അന്ന് ഞങ്ങളുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ AP വിഭാഗം ആളുകളാണ്, ഞങ്ങളെ AP വിഭാഗം ആളുകളില്ലാത്ത ഒരു റേഞ്ചായിരുന്നു അന്നും ഇന്നും. AP വിഭാഗത്തിലുള്ള ആളുകളാണ് പുതിയത് ഇങ്ങനെ കൊണ്ടുവരല്. പിന്നെ അത് അവർ കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇവരും കൂടി അതിൽ കൂടിക്കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ റജബ് 27 മേറാജിൻ്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു നോമ്പ് അത് തനിച്ച ബിദ്അത്താണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സൂറത്ത് ഇസ്രായിൽ 1-ാമത്തെ ആയത്ത് തന്നെ ഇസ്രാ മിറാജ് സംബന്ധമായിക്കൊണ്ടുള്ള വിഷയമാണ് പ്രതിപാദിക്കുന്നതും. ഇനി അത് സംബന്ധമായിക്കൊണ്ട് ചെറിയ ഒരു വിശദീകരണം കൂടിയുണ്ട്, ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക, മനസ്സിലാക്കുക. ഇസ്രാ മിറാജ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നോമ്പനുഷ്ഠിക്കുവാൻ പറയേണ്ടത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ പോയതിന് ശേഷം അല്ലെങ്കിൽ മിറാജ് പോയതിന് ശേഷം പിന്നെയും വർഷങ്ങൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. അതിന് സ്വഹാബത്തിനോടൊരു നോമ്പനുഷ്ഠിക്കുവാനോ പ്രത്യേകിച്ചൊരു നിസ്കാരം നിസ്കരിക്കുവാനോ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുവാനോ അന്നത്തെ ദിവസം പ്രത്യേകമായിക്കൊണ്ട് ഇബാദത്തുകളിൽ മുഴുകുവാനോ പറഞ്ഞിട്ടില്ല. എന്നാൽ സമസ്തയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് ഇസ്രാ മിറാജ് എന്നുള്ള ആ ഒരു സംഭവം ആസ്പദമാക്കിക്കൊണ്ട് അന്ന് ഇബാദത്തുകൾ കൊണ്ട് അധികരിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇവരാണോ ദീനിൽ എന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവരേണ്ടത്? അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ ഹബീബാണ്. അത് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ അഭ്യസിച്ച സച്ചരിതരായ സ്വഹാബത്താണ്. അവരാരും തന്നെ അങ്ങനെയൊരു കാര്യം ചെയ്തിട്ടില്ല, ചെയ്ത ചരിത്രത്തിൽ അതിനൊരു തെളിവുമില്ല. ഇല്ലാത്ത സാഹചര്യത്തിൽ ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് ഒരു കാര്യം പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരൽ ബിദ്അത്താണ്. ബിദ്അത്തൊക്കെ ളലാലത്താണ്, ളലാലത്തൊക്കെ നരകത്തിലേക്കാണ്. ശർറുൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ഒരു നിലപാടിൽ നിൽക്കുക എന്നുള്ളതാണ്. മതത്തിലേക്ക് പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക എന്നുള്ളത് ബിദ്അത്താണെന്ന് പറഞ്ഞു. ബിദ്അത്തുകളെക്കുറിച്ച്, ബിദ്അത്തുകളെ സംബന്ധിച്ച് സൂക്ഷ്മത കാണിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഖുതുബകളിലും ആമുഖമായിക്കൊണ്ട് പറഞ്ഞിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിലേക്ക് കൊണ്ടുവരുന്ന അവരാണ് ബിദ്അകൾ എന്ന് തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഇനി ഇത് സംബന്ധമായിക്കൊണ്ടുള്ള ചെറിയൊരു വിശദീകരണം കൂടിയും ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നോമ്പുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. നാളെ റജബ് 27 മിഅ്റാജ് നോമ്പ് എടുക്കാൻ പലരും കാത്തിരിക്കുകയാണ്. ഈ നോമ്പ് സുന്നത്താണെന്നുള്ള ധാരണയിൽ എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ലോകം കണ്ട ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിക്ക് ഷറഹ് എഴുതിയ ഫത്തുഹുൽ ബാരി എന്ന ഗ്രന്ഥം രചിച്ച ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ, അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് തബീനുൽ അജബ് ബിമാ വറദ ഫി ഫദ്ലി റജബ് എന്നുള്ളതാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: ലം യരിദ് ഫി ഫദ്ലി ഷഹ്രി റജബ് വലാ ഫി സുയാമിഹി വലാ സുയാമി ഷൈഉം മിൻഹു മുഅയ്യൻ. റജബ് മാസത്തിൽ പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുക, അതല്ലെങ്കിൽ 27 നോമ്പെടുക്കുക, ഇങ്ങനെയുള്ളതൊന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല. അതിനൊന്നും പ്രമാണത്തിന്റെ പിൻബലമില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുകയാണ്. അപ്പം നമ്മൾ നോമ്പെടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുക. അതേപോലെ തന്നെ ഈ ഒരു നോമ്പെടുത്താൽ 60 മാസം നോമ്പെടുത്ത കൂലി കിട്ടും എന്ന് പറയുന്ന ഒരു ഹദീസ് മൗലു ആണ്, നിർമ്മിതമാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിലും മറ്റുമൊക്കെ അത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ റജബ് മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മഗ്രിബ് ഇശാക്കിടയിൽ 12 റക്അത്ത് നമസ്കാരം, ആഗ്രഹ സഫലീകരണ നമസ്കാരം എന്ന പേരിൽ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. ഈ നമസ്കാരത്തെ പറ്റി അൽ മജ്മു എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അത് ഈ കാണുന്നതാണ്. അൽ മജ്മു എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിന്റെ 5-ാം വാള്യത്തിൽ ഇമാം നവവി റഹ്മഹുല്ല പറയുന്നത് എന്താണെന്നറിയാമോ? ഈ നമസ്കാരമൊന്നും ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇഹ്യാ ഉലൂമുദ്ദീൻ വന്നു എന്നതുകൊണ്ട് നിങ്ങൾ അതിൽ വഞ്ചിതരാകേണ്ടതുമില്ല. അദ്ദേഹത്തിന് ആ വിഷയത്തിൽ തെറ്റുപറ്റിയതാണെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുക. ബിദ്അത്തായ നോമ്പുകൾ നമ്മൾ വെടിയുക, സുന്നത്തുകളെ നമ്മൾ മുറുകെ പിടിക്കുന്നവരാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.